സവാരി ഗിരിഗിരിയിൽ ഇതാ കേൾക്കൂ 4-ാമത്തെ ചോദ്യം. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറയുമില്ലാതെ നിനക്കൊരു ചുക്കും നീലകണ്ഠനെ ചെയ്യാനാകില്ല. ആര് ആരോടാണ് ഈ സംഭാഷണം പറയുന്നത്? എ. ഭാനുമതി മുണ്ടക്കൽ ശേഖരനോട്, ബി. വാര്യർ മുണ്ടക്കൽ ശേഖരനോട്, സി. സുധർമ്മ മുണ്ടക്കൽ ശേഖരനോട്. അതുപോലെ സുധർമ്മ ആകാനാണ് സാധ്യത. കാര്യം ഭാനുമതി അങ്ങനെ പറയാൻ സാധ്യതയില്ല, വാര്യരും അങ്ങനെ പറയാൻ സാധ്യതയില്ല. അത് എനിക്ക് തോന്നി രംഗം എനിക്ക് ഓർമ്മയുണ്ട്. അത് സുധർമ്മ എന്ന് പറയുന്ന ചിത്ര എടുത്ത് നെപ്പോളിയൻ മുണ്ടക്കൽ ശേഖരം വരുന്ന ഒരു രംഗമുണ്ട്. പുള്ളി അപ്പോൾ സുധർമ്മ ചൂടായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ സുധർമ്മ, സി. സുധർമ്മ മുണ്ടക്കൽ ശേഖരനോട് എടുത്തിട്ട് പോട്ടിരിക്കുകയാണ്. അവിടെ കിടക്കട്ടെ, അതാവാനാണ് സാധ്യത. ഇനിയിപ്പം നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനെ ഒന്ന് അനുകരിച്ചാലോ? ആദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ എന്നെ ചെയ്തു, അതെ, അണ്ണാച്ചി ചെയ്തു. അപ്പം ദാസേട്ടനും കൂടി ഇരുന്നോട്ടെ. ദാസേട്ടന് ഞാൻ പ്രോഗ്രാം തുടങ്ങുമ്പോൾ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒൻമാൻ ഷോ തുടങ്ങിയാൽ അത് മറ്റേ ഗ്രൂപ്പായിട്ടുള്ള ഷോ തുടങ്ങുമ്പോൾ ആദ്യം ദാസേട്ടൻ്റെ പറയും. കാര്യം ദാസേട്ടൻ്റെ പറഞ്ഞൊരു കൈകേടി ഇങ്ങ് വാങ്ങിച്ചിട്ട് പിന്നെ ഒരു എനർജിയാണ്. ദാസേട്ടൻ്റെ ഫിഗറും ഞാൻ ചെയ്യാം. അതെ, കാരണം കറക്റ്റാണ്, താടിയും ബാക്കി ഇതെല്ലാം ഉണ്ടല്ലോ, ചെയ്യാറുണ്ട്. അപ്പോൾ വെള്ളയും ഇട്ട് ബാക്കിലൊരു ക്ലിപ്പും കൂടെ വെച്ച് കഴിയുമ്പം ദാസേട്ടനായി. പ്രിയമുള്ള കലാസ്നേഹികളെ, ഒരു കലാവിരുന്ന് ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ജഗദീശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി വേദിയിൽ വന്ന് നിന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ജഗദീശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. അപ്പോൾ ഇടയ്ക്കെന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടെന്ന് പറയുമ്പോഴൊരു കൈയടിയുണ്ട്. പിന്നെ ദാസേട്ടന്റെ ഇഷ്ടപ്പെട്ടിട്ടൊരു കൈയടിയുണ്ട്. ഒരു കൈയടി നമുക്ക് പിന്നെ ഒരു എനർജിയാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് പഴയ കലാകാരന്മാരെ എല്ലാരെയും അവതരിപ്പിച്ചു. ഈ പുതിയ തലമുറയിലുള്ള ആരെങ്കിലും സിറാജ് നോട്ടം ഇട്ടിട്ടുണ്ടോ? പുതിയത് ദുൽഖർ പറയാറുണ്ട്. ദുൽഖർ വരട്ടെ. പിന്നെ ഇന്ദ്രജിത്ത് പറയാറുണ്ട്. വരട്ടെ. പപ്പക്കൊരു കാര്യം അറിയാം. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയത് ഷെഫിൻ്റെ പണി ഓടിയായിരുന്നു. പപ്പക്ക് നല്ല ബിസിനസ് മൈൻഡ് ഉണ്ട്. ഈ സിറ്റിയിൽ നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞുള്ളൂ, ബാക്കിയല്ല. എന്നിട്ടും കേട്ടാ നഷ്ടത്തില്ല. കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തി. പിന്നെ ഇന്ദ്രിയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് വേറൊരു സെഗ്മെൻറ്റിൽ ഞാൻ ചെയ്യുന്നതാണ്. അതായത് വാത്സല്യം എന്ന ചിത്രത്തിൽ മമ്മൂക്ക പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, മേലിടത്തിലാകുന്ന ഒരു ചെറ്റ തന്നെ. ആ ഡയലോഗ് ഇന്ദ്രിയത്ത് പറയുമ്പോൾ, മേലയിടത്തിലാവുന്ന ഒരു ചെറ്റ തന്നെയാണ് ഈ കണ്ട പറമ്പും പുരയിടമൊക്കെ എൻ്റെ ചോരയും നീരും വിയർക്കുക. അന്ന് ജപ്തി ചെയ്ത് പടിയിറക്കി വിട്ടപ്പോൾ രക്ഷിക്കാൻ ഒരാൾ വന്നു, നമ്മുടെ കുഞ്ഞമ്മാമ. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണ്. എന്നിട്ട് അതേ നാവുകൊണ്ട് തള്ളിപ്പറഞ്ഞു. മേലയിടത്തിലാവുന്നവർ നിറയേട് കാണിച്ചിട്ടില്ല, കാണിക്കുകയില്ല. അപ്പോൾ എത്രയോ അല്ലേ, ഒരു വലിയ നീണ്ട തലമുറ സിറാജിനിവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണട്ടെ. കാരണം വേറൊന്നുമല്ല, ഇതുപോലെ ഒരു ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സെക്ടറിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നവരുണ്ട്. അതല്ല സിറാജ്. 40 വർഷം എന്തുകൊണ്ടാണ് ഇത്രയും സജീവമായിട്ട് നിന്ന് ഇനി മുമ്പോട്ട് നിൽക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ തെളിയിച്ചു. അതിന് ഞാൻ വലിയൊരു കൈഡി. താങ്ക് യു സാർ. ഗ്രേറ്റ്. സി. സുധർമ്മ മുണ്ടക്കൽ ശേഖരനോട് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. അപ്പൊ സിറാജെ, അടുത്തത് രാജമാണിക്യം എന്ന് പറഞ്ഞ ഒരു സീരിയസ് സെക്ടറാണ്. അതിൽ ഒരു ചോദ്യം, ഒരു ഉത്തരം, 10 സെക്കൻഡ്, നോ ഓപ്ഷൻസ്. റെഡി അല്ലേ? റെഡി. രാജമാണിക്യം ചോദിക്കാമല്ലോ? ചോദിക്കാം. ടെൻഷൻ ഇല്ലല്ലോ? ഇല്ല. മുണ്ടക്കൽ ശേഖരന്, നെപ്പോളിയൻ, ശബ്ദം നൽകിയിരിക്കുന്നത് ആരാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഷമ്മി തിലകൻ. അത് ടൈമിന്റെ ആവശ്യമൊന്നുമില്ല. ഷമ്മി തിലകൻ അറിയാവുന്നതാണ്. ഷമ്മി തിലകൻ. 3, 2. ഷമ്മി തിലകനാണോ? ഷമ്മി തിലകനാണ്. അത് കറക്റ്റ്, അതറിയാം.
ഞാനും നെപ്പോളിയന് ഞാനും ഒരു സിനിമയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? രാജസേന സാർ സംവിധാനം ചെയ്ത മേഘ സന്ദേശം, അതിലെ ഹൊറർ സിനിമയിൽ അത് ഞാൻ ചെയ്തു. സിറാജ് ഒരു പുലിയാണ്. $18,000 സമ്മാനമായി ഇതാ സിറാജിന്റെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്.